ഹായ്. പ്രേംശങ്കറിന്റെ സംവിധാനത്തിൽ റീസെന്റ് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോമഡി ഡ്രാമ സിനിമയായിരുന്നു തെക്ക് വടക്കുന്നുള്ളത്. സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ വിനായകൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു വൺലൈൻ പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും പാരമ്പര്യമായിട്ട് രണ്ട് കുടുംബങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വഴക്കിനെ പറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നത്. ആ വഴക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ശങ്കുണ്ണി അതുപോലെ മാധവൻ എന്ന രണ്ട് ആളുകൾക്കിടയിലുമാണ്. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രം നൽകിയ ഒരു ചിത്രമെന്ന് പറയാൻ സാധിക്കും. ഈ സിനിമയിൽ ആകെ കൂടി ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ സാധിക്കുന്നത് ഈ സിനിമയിലെ ആ ഒരു രണ്ട് ലീഡിങ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും വിനായകൻ്റെയും ഒരു കഥാപാത്രങ്ങൾ നീറ്റായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അത്യാവശ്യം ഹ്യൂമറും പകയും ഒക്കെ നിറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സാണ് നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടുതൽ ടെക്നിക്കലി സാം സീസൻ്റെ മ്യൂസിക് വർക്ക് ആകട്ടെ, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സുരേഷ് രാജു എന്ന് പറഞ്ഞ ആളാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കാകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം സിനിമയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, കഥയും തിരക്കഥയും. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന പക എന്നതിലപ്പുറത്തേക്ക് യാതൊരു വിധത്തിലും വലിയ സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ തിരക്കഥയിലൂടെ ഈ വൺലൈൻ പ്രമേയം അവതരിപ്പിച്ച് വരുമ്പോഴത്തേക്കും ആദ്യ പകുതിയിൽ കുറച്ച് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ചിരിക്കാനൊക്കെ പറ്റി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും കാര്യമായിട്ടൊന്നും ഇല്ല. ഓക്കെ, അതായത് കഥയ്ക്കുള്ളിൽ കാര്യമായിട്ട് ഡെപ്ത് ഒന്നും ഇല്ല. സോ റൈറ്റിങ്ങിൽ തിരക്കഥയിലൂടെ കൊണ്ടുവരുമ്പോഴും കാര്യമായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള യാതൊന്നും കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും കൊണ്ടുവരുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ, യാതൊരു വിധത്തിലുള്ള അഡൽ കണ്ടന്റോ കാര്യങ്ങളൊന്നുമില്ല. ചിത്രത്തിന് ഒരു 5.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്.